ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്ന് 2710 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദാംശങ്ങളുമായി അമൃത വൈശാഖ്. ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചവരിൽ മലപ്പുറം 496, കോഴിക്കോട് 402, എറണാകുളം 279, തൃശൂർ 228, ആലപ്പുഴ 226, തിരുവനന്തപുരം 204, കൊല്ലം 191, പാലക്കാട് 185, കോട്ടയം 165, കണ്ണൂർ 110, ഇടുക്കി 83, കാസർഗോഡ് 64, പത്തനംതിട്ട 40, വയനാട് 37 എന്നിങ്ങനെയാണ് ജില്ലകളിലെ കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 25,141 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.78 ആണ്. 19 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1888 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 55 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2347 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 269 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6567 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 70,925 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 4,54,774 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഇടുക്കി ജില്ലയിലെ കരുണാപുരം കണ്ടെയ്ൻമെന്റ് സോൺ സബ് വാർഡ് 8, 16, 17, വയനാട് ജില്ലയിലെ മാനന്തവാടി മുനിസിപ്പാലിറ്റി സബ് വാർഡ് 23, എറണാകുളം ജില്ലയിലെ കീരമ്പാറ സബ് വാർഡ് 12 എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 9 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 600 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ പരിശോധനകൾ 7 ലക്ഷം പിന്നിട്ടു. കർശനമായ പരിശോധനകളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദിവസവും നടത്തിവരുന്നത്. കോർപ്പറേഷൻ പരിധിയിലാണ് കൂടുതൽ പരിശോധനകൾ നടക്കുന്നത്. നവംബർ 16 വരെ 7,1339 കോവിഡ് പരിശോധനകളാണ് ജില്ലയിൽ നടത്തിയത്. ജില്ലയിലെ ഇതുവരെയുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.51%. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 226 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 പേർ മറ്റ് സംസ്ഥാനത്തു നിന്നും ഒരാൾ വിദേശത്തു നിന്നും എത്തിയതാണ്. 220 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 3 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 658 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 33,653 പേർ രോഗമുക്തരായി. 8,089 പേർ ചികിത്സയിലുണ്ട്. വയനാട് ജില്ലയിൽ ഇന്ന് 37 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. 68 പേർ രോഗമുക്തി നേടി. 36 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 2 പേരുടെ സമ്പർക്ക വിവരം ലഭ്യമല്ല. ഇതോടെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 8,811 ആയി. 7,808 പേർ ഇതുവരെ രോഗമുക്തരായി. കൊല്ലം ജില്ലയിൽ ഇന്ന് 191 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. സമ്പർക്കം മൂലം 185 പേർക്കും 6 ആരോഗ്യ പ്രവർത്തകർക്കും കൊല്ലം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിൽ ഇന്ന് 654 പേർ രോഗമുക്തി നേടി. എറണാകുളം ജില്ലയിൽ ഇന്ന് 279 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 192 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 75 പേരുടെ രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. 7 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. 503 പേർ ഇന്ന് രോഗമുക്തി നേടി. നിലവിൽ 9,560 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് ജില്ലയിൽ 402 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 5 പേർക്കുമാണ് പോസിറ്റീവായത്. 6 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 390 പേർക്കാണ് രോഗം ബാധിച്ചത്. 2,827 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 8,147 ആയി. 5 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 556 പേർ കൂടി രോഗമുക്തി നേടി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 1,156 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 422 പേരാണ്. 26 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 5,137 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘനത്തിന് 1 കേസും റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ ഇന്ന് 228 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 647 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7,967 ആണ്. സമ്പർക്കം വഴി 221 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 3 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്ന ഒരാൾക്കും ഉറവിടമറിയാത്ത 3 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്.
തൃശൂർ ജില്ലയിൽ ഹോട്ടലുകളുടെയും റെസ്റ്റോറന്റുകളുടെയും പ്രവൃത്തി സമയം ഭക്ഷണം ഇരുന്നു കഴിക്കാവുന്നത് രാത്രി 9 മണിവരെയായും പാഴ്സൽ നൽകാവുന്നത് രാത്രി 10 മണിവരെയായും നീട്ടിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.27% ഉയർന്നു. ഇതുവരെ കോവിഡ് മുക്തരായത് 82,49,000-ലേറെ പേരാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ 5.26% മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്തെ മരണനിരക്കായ 1.47% ആഗോളതലത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒരേ സമയം അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള 2 ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ദേശീയ പത്രവാരാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മാധ്യമപ്രവർത്തനം കേവലമൊരു വ്യവസായമോ ഉപജീവന മാർഗ്ഗമോ അല്ലെന്നും സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെയുള്ള മാധ്യമപ്രവർത്തനത്തിന്റെ വിശ്വാസ്യത എത്രനാൾ സൂക്ഷിക്കാനാവുമെന്നതാണ് ഇന്നത്തെ പ്രശ്നമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങൾ ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ മാധ്യമങ്ങൾ സമൂഹത്തോടുള്ള അവരുടെ കർമ്മങ്ങൾ നിറവേറ്റുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന ഹർജികൾ ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. വിധി വരുന്നതുവരെ വിചാരണ തടഞ്ഞുവച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് തുടരും. കേസിൽ ക്രോസ് വിസ്താരത്തിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ വിചാരണ കോടതിയിൽ ലംഘിക്കപ്പെട്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ വിചാരണ കോടതിയിൽ വിശ്വാസമില്ലെന്ന് നടിയും സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചു. 4 വർഷമോ അതിൽ കൂടുതലോ നികുതി കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അനുസരിച്ച് ഡിസംബർ 31 വരെ കുടിശ്ശിക അടയ്ക്കാം. 4 വർഷമോ അതിൽ കൂടുതലോ കാലം നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നതും എന്നാൽ റവന്യൂ റിക്കവറി വഴി ഭാഗികമായോ പൂർണ്ണമായോ കുടിശ്ശിക ഈടാക്കിയിട്ടുള്ളതുമായ വാഹനങ്ങൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരനെ ഇന്ന് കസ്റ്റംസ് ചോദ്യം ചെയ്തു. കൊച്ചി കാക്കനാട് ജയിലിലെത്തിയാണ് കസ്റ്റംസ് ശിവശങ്കറെ ചോദ്യം ചെയ്തത്. കേരള വനിതാ കമ്മീഷന്റെ മെഗാ അദാലത്ത് 18-ന് എറണാകുളം കാക്കനാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. എറണാകുളം ജില്ലയിലെ 55 പരാതികളാണ് പരിഗണിക്കുന്നത്. അദാലത്തിന്റെ വിവരം പരാതിക്കാരെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും അദാലത്ത് സംഘടിപ്പിക്കുക. തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും അച്ചടിശാല ഉടമസ്ഥരും തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിലേക്കായി അച്ചടിക്കുന്ന ലഘുലേഖകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവയിൽ അച്ചടിക്കുന്ന ആളിന്റെയും പ്രസാധകന്റെയും പേരും മേൽവിലാസവും ഉണ്ടായിരിക്കണമെന്ന നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയ്ക്ക് തുടക്കം. പേര് ചേർക്കുന്നതിനും പുതിയ താമസ സ്ഥലത്തേക്ക് പേര് മാറ്റുന്നതിനും തിരുത്തൽ വരുത്തുന്നതിനും ഡിസംബർ 15 വരെ അപേക്ഷിക്കാം. സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 1 മാസത്തിനകം ചെലവ് കണക്കുകൾ സമർപ്പിക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ സ്ഥാനാർത്ഥിയോ പാർട്ടിയോ മുന്നണിയോ ചെലവാക്കുന്ന മുഴുവൻ തുകയും കണക്കിൽ കാണിക്കണം. എല്ലാ ചെലവുകൾക്കും ബില്ലോ വൌച്ചറോ ഹാജരാക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം പൂർത്തിയാകാൻ ഇനി 3 ദിവസം കൂടി. 19-ന് പത്രികാ സമർപ്പണം പൂർത്തിയാകും. ആദ്യത്തെ 2 ദിവസം സംസ്ഥാനത്താകെ 191 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ഇന്നും നാളെയുമായി ഭൂരിപക്ഷം പത്രികകളും നൽകാനാണ് സാധ്യത. സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപമാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. കൊല്ലം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിരീക്ഷിക്കുന്നതിന് സമിതി രൂപീകരിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ അധ്യക്ഷനായ സമിതിയുടെ കൺവീനർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ബിനുൻ വാഹിദാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ 3ാം ദിവസമായ ഇന്ന് തൃശൂർ ജില്ലയിൽ ലഭിച്ചത് 1566 പത്രികകൾ. തൃശൂർ കോർപ്പറേഷനിൽ 15-ഉം തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ 5-ഉം പത്രികകൾ സമർപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ UDF സീറ്റ് വിഭജനം പൂർത്തിയായി. കോൺഗ്രസ് 14 സീറ്റിലും മുസ്ലിം ലീഗ് 5 സീറ്റിലും CMB 2-ലും RSP, കേരള കോൺഗ്രസ് എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കും. ഒരു ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് UDF പിന്തുണ നൽകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിർബന്ധമായും ഹരിതചട്ടം പാലിച്ചാവണമെന്ന് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. കണ്ണൂർ ജില്ലയിൽ തിങ്കളാഴ്ച ലഭിച്ചത് 1914 നാമനിർദ്ദേശ പത്രികകൾ. ജില്ലാ പഞ്ചായത്തിൽ 36-ഉം കോർപ്പറേഷനിൽ 28-ഉം നഗരസഭകളിൽ 448-ഉം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 83-ഉം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി 1319 നാമനിർദ്ദേശ പത്രികകളുമാണ് ലഭിച്ചത്.
പ്രത്യേക വാർത്താ പ്രക്ഷേപണം കഴിഞ്ഞു. വാർത്തകൾ ഇനി നാളെ രാവിലെ 6:45-ന്.